3 വർഷത്തിലധികമായി മണ്ണാർക്കാട് ജനറൽ ആശുപത്രിയിലേക്ക് ഉച്ച സമയത്ത് ഒരു കുടുംബം എത്തും. അപ്പം അത് പറയുമ്പോൾ തന്നെ എന്തിനായിരിക്കും ആ കുടുംബം എത്തുക എന്നുള്ളൊരു ചെറിയ ഹിന്റ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും അല്ലേ? അതായത് വിശന്നിരിക്കുന്നവർക്ക് ഭക്ഷണവുമായാണ് ആ കുടുംബം എത്തുന്നത്. 3 വർഷമായി സതീഷും സരിതയും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ വിശന്നിരിക്കുന്നവർക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുന്നു. നാലര 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കും. പിന്നെ ചോറിട്ട് കറികളൊക്കെ അരിഞ്ഞ് ഒക്കെ റെഡിയാക്കി ഏട്ടനാണ് പച്ചക്കറികളൊക്കെ അരിയുക. കാരണം എനിക്ക് ഒരാൾ കുട്ടികളുടെ കാര്യം നോക്കേണ്ട കാരണം ഏട്ടൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞു തരും. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളെ വിട്ടതിന് ശേഷം ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യും. പിന്നെ ഏട്ടൻ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ കഴുകൽ, അങ്ങനെ വലിയൊരു പണിയുണ്ട്. അതൊക്കെ ഏട്ടൻ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഏട്ടൻ പണിക്ക് പോകും. പിന്നെ ഞാനാണ് ഉച്ചയ്ക്ക് എല്ലാ പണികളും ചെയ്യുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകുന്നു. വിശക്കുമ്പോൾ കഴിക്കുന്നതാണ് ഏറ്റവും രുചിയുള്ള ഭക്ഷണം. അങ്ങനെയാണെങ്കിൽ ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്നതിലും മികച്ച ഭക്ഷണമുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. കുടുംബ പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടിയ സമയം. സതീഷിനും ഭാര്യയ്ക്കും ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാതായി. ഭക്ഷണമില്ലാതെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചു. പക്ഷേ വിശപ്പിൻ്റെ വിലയറിഞ്ഞവനെ ആർക്കും തോൽപ്പിക്കാനാകില്ല. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരാൾ നമുക്കൊരു ജോലി തന്നത്. ആ ജോലി അങ്ങനെ പിന്നെ ഇഷ്ടംപോലെ വർക്കുകളായി. സാധാരണ കൂലിപ്പണി തന്നെയാണ്. ഇഷ്ടംപോലെ കൂലിപ്പണികൾ ഇഷ്ടംപോലെ ചെയ്തു. ഇന്ന് നമ്മുടെ ജീവിതം ഇതുവരെ എത്തി. അപ്പോൾ അതിനിടയിൽ നമ്മൾ വിശപ്പ് മൂലം ആത്മഹത്യ ചെയ്യാൻ പോയതുകൊണ്ട് നമുക്ക് എന്താണ് വിശപ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മണ്ണാർക്കാട് ആരും വിശന്നിരിക്കേണ്ട എന്നൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു പദ്ധതിയാണ് വിശപ്പിരിക്കുന്ന മണ്ണാർക്കാട് പാതയം എന്നൊരു പദ്ധതി. വിശന്നു വലയുന്ന ഒരു രോഗിയോ കൂട്ടിരിപ്പുകാരനോ ഉണ്ടാകില്ല മണ്ണാർക്കാട്ടെ താലൂക്ക് ആശുപത്രിയിൽ. എന്നും സതീഷിൻ്റെ കാറത്തും ആവശ്യക്കാർക്കുള്ള ഭക്ഷണവുമായി. ആദ്യം ഒരു 7 മുതലേക്ക് ഒരു 50 വരെയുള്ള ആൾക്കാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ റിപ്പയറിംഗ് ആണ്. ആ വരുമാനം കൊണ്ട് നമുക്കത് എത്തിപ്പെടാൻ കഴിയും. പിന്നീട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ പാതയത്തിൻ്റെ പേരിലൊരു പിനോയിൽ, ഡിഷ് വാഷ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ വിൽപ്പന തുടങ്ങി. അപ്പോൾ അതിന് അത്യാവശ്യം മാർജിനുണ്ട്. അതുകൊണ്ട് പദ്ധതി കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളുടെ ബർത്ത്ഡേ, പിറന്നാൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒത്തു പങ്കെടുക്കും. കയ്യിൽ ഒരുപാട് പണമുണ്ടായിട്ടല്ല, സ്റ്റൗ നേരെയാക്കുന്ന ജോലി ചെയ്ത് കുടുംബം പോറ്റും. ഫിനോയിൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആശുപത്രിയിൽ വിശക്കുന്നവർക്ക് ഭക്ഷണം. പ്രതിസന്ധികൾ വന്നപ്പോഴും മുടക്കിയിട്ടില്ല. ആമാശയം നിറയ്ക്കാൻ കഷ്ടപ്പെടുന്നവനറിയാം ഭക്ഷണത്തേക്കാൾ വലിയ ദൈവമില്ലെന്ന്. സതീഷേട്ടൻ്റെയും സരിത ചേച്ചിയുടെയും ഈ അടുക്കളയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതേതെങ്കിലും ഭക്ഷണം പാകമാകുന്നതിൻ്റെ മണമല്ല, മറിച്ച് അളവറ്റ സ്നേഹത്തിൻ്റെയും നന്മയുടെയും മണമാണ്. എ വി മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗൂഗിളിന്റെ റിപ്പോർട്ടാണ്, പക്ഷേ സന്ധ്യയാണ് അതേക്കുറിച്ച് പറയുന്നത്. കാരണം റിപ്പോർട്ട് കാണുന്ന സമയത്ത് തന്നെ ആർക്കും അതേക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. സന്ധ്യ, ഈ പലപ്പോഴും തോന്നാറുണ്ട് നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക വല്ലാത്തൊരു അഹങ്കാരമൊക്കെ തോന്നുന്ന സമയത്ത് നേരെ വല്ല മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിലേക്കോ ഒക്കെ പോയാൽ നമ്മുടെയൊക്കെ എല്ലാ ആ രീതിയിലുള്ള അഹങ്കാരവും മാറുമെന്ന്. കാരണം ഒന്ന്, പല വിധത്തിലുള്ള രോഗങ്ങളാൽ വലയുന്നവർ. ഒന്നും വേണ്ട, ഒരു മെഡിക്കൽ ഷോപ്പ് പോയാൽ എല്ലാ മരുന്നും വാങ്ങാൻ കഴിയാതെ, പൈസ ഇല്ലാതെ ഈ പേഴ്സിലേക്ക് നോക്കി, മരുന്ന് ഷീറ്റിലേക്ക് നോക്കി, മരുന്ന് കടക്കാരനെ നോക്കി നിൽക്കുന്ന ആളുകളെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ പോയാൽ കഴിക്കാൻ പൈസ ഉണ്ടാവില്ല. കാരണം കൂടെ കിടക്കുന്ന ആൾ ആശുപത്രിയിൽ കിടക്കുകയാണ്. അവർക്ക് വേണ്ട പരിചരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. അങ്ങനെ ഏറ്റവും, കാരണം സാധാരണക്കാർ ആശ്രയിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഉച്ചഭക്ഷണം കൊടുത്താലോ, അല്ലെങ്കിൽ കാരണം ഒരു നേരമെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ അതിൻ്റെ പൈസയെങ്കിലും മിച്ചം പിടിക്കാലോ എന്നല്ല, ആ പൈസ ഇല്ലാതെ ഭക്ഷണം കഴിക്കാതെ അരവയറുമായി നടക്കുന്ന ഒരുപാട് രോഗികളുടെ കൂട്ടിരിപ്പുകാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കണ്ട സമയത്ത് എൻ്റെ മനസ്സിൽ ആ തോന്നൽ ഒന്നുകൂടി ഞാൻ ഊട്ടി ഉറപ്പിക്കുകയാണ്. ചെയ്യണം, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഈ സതീഷേട്ടനും സരിതയും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നിൽ തോന്നലുണ്ടാവുകയാണ്. എങ്ങനെയാണ് സന്ധ്യയ്ക്ക് ആ റിപ്പോർട്ട് കണ്ടപ്പോൾ തോന്നിയത്? അഞ്ജിത, വിശപ്പറിഞ്ഞവനെ ഭക്ഷണത്തിന്റെ വില മനസ്സിലാവുള്ളൂ എന്ന് പറയും. ഇവിടെ സരിതയും സതീഷും വിശപ്പിന്റെ വില മനസ്സിലാക്കിയവരാണ്. അഞ്ജിത പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിൽ പലപ്പോഴും ഈ പറഞ്ഞ രോഗികളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ മരുന്നിന് പൈസയില്ല, ഭക്ഷണത്തിന് പൈസയില്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും.
അവർ ഈ പറഞ്ഞ പോലെ പൈസ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും കൂടെ ഇരിക്കുന്നവരാണെങ്കിലും വിശപ്പടക്കി സഹിച്ചിരിക്കുന്നവരായിരിക്കും. സതീഷും സരിതയും ആ വിശപ്പിന്റെ വില മനസ്സിലാക്കിയവരാണ്. ഒരു ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ ദാരിദ്ര്യം കാരണം ആത്മഹത്യ ചെയ്തേക്കാം എന്നൊരു അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നവരാണ്. പക്ഷെ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നപ്പോൾ വിശപ്പ് അനുഭവിക്കുന്നവരെ അല്ലെങ്കിൽ അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്നൊരു ചിന്ത അവരിൽ വന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ വീട്ടിലെ കാര്യം നോക്കാൻ സമയമില്ല, പിന്നെയല്ലേ നാട്ടിലെ കാര്യം നോക്കാനെന്ന് പറയും. അങ്ങനെ നമ്മൾ പറയുന്ന ചില എക്സ്ക്യൂസസ് പോലും ഇവരുടെ മുന്നിൽ ഒന്നും അല്ലാതെ ആവുകയാണ്. കാരണം സരിത പറയുന്നുണ്ട്, വെളുപ്പിന് എണീക്കും, എനിക്ക് കുട്ടികളുടെ കാര്യം കൂടെ നോക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇടയിലാണ് ഈ പണികളൊക്കെ ചെയ്യുന്നതെന്നും. അതാണ്, അവർക്കൊരു കുടുംബമുണ്ട്, ആ കുടുംബത്തെ അവർ നോക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ഇങ്ങനൊരു സാമൂഹിക സേവനം കൂടി അവർ ചെയ്യുന്നത്. ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നവരല്ല സതീഷും സരിതയും. അവർക്ക് അവരുടേതായ കഷ്ടപ്പാടുകളുണ്ട്. ചെറിയ ജോലിയിൽ ചെറിയ വരുമാനത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു സഹായം ചെയ്യുന്നത്. പലപ്പോഴും സർവ്വ സുഖങ്ങളും ഉണ്ടായിട്ടും ഒരു തരത്തിലുള്ള സഹായവും മറ്റുള്ളവർക്ക് ചെയ്യാൻ മടിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ പലതും. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതേപ്പറ്റി ചിന്തിക്കും, പക്ഷെ പിന്നീട് അത് ചെയ്യുമോ എന്നതിലാണ് അവിടെ ഒരു ചോദ്യം വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ പറ്റി നമുക്കും ഒരു ചിന്തയുണ്ടാവണം, കരുതലുണ്ടാവണം. വിശപ്പിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഒരു നേരമെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഈ വിശപ്പ് അനുഭവിക്കുന്നവർക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ സതീഷും സരിതയും നമുക്ക് മുന്നിൽ വലിയൊരു പ്രചോദനമാണ്. പിന്നെ ഗോകുൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ അടുക്കളയുടെ മുന്നിൽ നിൽക്കുമ്പോൾ വരുന്നത് നന്മയുടെ മണമാണെന്നുള്ളത്. അത് ശരിക്കും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വരിയാണ്. ശരിക്കും അവിടെ ശരിയാ സന്ധ്യ, എനിക്കത് വളരെ ഹൃദയത്തിൽ കൊണ്ടതാണ്. നന്മയുടെ മണമാണ് ആ അടുക്കളയിൽ നിന്ന് വരുന്നത് എന്ന്. ആ മണം നമുക്ക് ആ റിപ്പോർട്ടിലൂടെ അനുഭവിക്കാനും കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി സന്ധ്യ.